മാളച്ചേട്ടൻ്റെ സഹോദരൻ മിനി ചേച്ചി, കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാനൊരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് പോകുന്നതാണ്, പ്രസംഗിക്കാനും അറിയില്ല. അത് രണ്ടാമത് ആലോചിച്ചപ്പോഴത്തേക്ക് പേടി തോന്നി. എങ്കിലും എല്ലാവരോടും 9 വർഷമായില്ലേ മാളച്ചേട്ടൻ പോയിട്ട്, പക്ഷെ അതങ്ങനെ അത്രയും വർഷമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പം എല്ലാവരോടും കൂടെ വർത്താനം പറഞ്ഞിട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രസംഗമായിട്ട് കാണരുത്. കാരണം ഒരുപാട് പ്രാസംഗികതൊക്കെ ഉള്ളൊരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേടി പറഞ്ഞത്. എനിക്കെത്ര കൊല്ലം കഴിഞ്ഞാലും ഇപ്പോഴാണെന്ന് തോന്നാൻ കാരണം ഞാൻ ഇപ്പോഴും മാളച്ചേട്ടനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു സ്റ്റേജിലൊക്കെ കയറി അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലായിരുന്ന സമയത്ത് സ്വപ്നം കണ്ടു തുടങ്ങിയതാണ് ഇവരെയൊക്കെ. അപ്പൊ ഏതൊരു നാടകത്തിലൊരു ടാഗോർ തിയേറ്ററിൽ ഒരു വലിയ ഡ്രാമ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അവിടെ പാസ്സുള്ളവർക്ക് കയറാൻ പറ്റത്തുള്ളൂ. എങ്ങനെയോ കാര്യം പിടിച്ച് എനിക്കൊരിക്കൽ ഒരു നാടകത്തിൽ ഒരു കൂട്ടുകാരൻ പാസ് തന്നു. അത് നീതി എന്നോ അങ്ങനെ ഉള്ളൊരു നാടകമാണ്. അതിലൊരു നടനെ കണ്ടു. അത് ഭയങ്കരമായിട്ട് അത് മാളച്ചേട്ടൻ ചെയ്ത കഥാപാത്രമാണ്. എങ്ങനെയോ പേടിച്ചിട്ട് പെരുവരുന്നൊരു വിറയിൽ ഇങ്ങോട്ട് വന്ന് അതാ ഉണ്ണി വയറ് കുലുങ്ങി, പിന്നെ അമ്മിഞ്ഞ കുലുങ്ങി, അങ്ങനെ മുടി വരെ വല്ലാതെ വിസ്മയിപ്പിച്ചു. അപ്പോൾ അത് മാളച്ചേട്ടൻ ആവശ്യത്തിന് തടിയും സൗന്ദര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ ഒന്നും എത്താൻ പറ്റില്ല എന്നുള്ള ആദ്യം അന്നേ രോഗമുണ്ട്. ഓടിച്ചെന്ന് വീട്ടിൽ ചെന്നാൽ ഉടുപ്പഴിച്ചിട്ട് കണ്ണാടിയിൽ നോക്കല പരിപാടി. അപ്പോൾ അവിടെയും നമുക്ക് അത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ശരീരത്തെ കൊണ്ട്. അങ്ങനെ ഞാൻ അനുകരിച്ചു വന്നതാണ് ഒരുപാട് കാലം. എൻ്റെ യാദൃശ്യമായിട്ട് തന്നെ എൻ്റെ തൊഴിൽ സഹായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമാ താഴത്ത് തയ്ക്കാനുള്ളൊരു അവസരം ഒരു സാധാ തയ്യൽക്കാർ കൊണ്ടെന്നുള്ളത് പോലെ തൊഴിൽ കയറിയതാണ്. അതങ്ങനെ കൊല്ലങ്ങളോളം ചെയ്യുമ്പോഴും എനിക്ക് ഇദ്ദേഹത്തെ അടുത്ത് കാണാൻ പറ്റി. അപ്പോഴത്തേക്കും മാളച്ചേട്ടൻ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ച് സിനിമയിലൊക്കെ വന്നു. പപ്പുച്ചേട്ടനും മാളച്ചേട്ടനൊക്കെ നിറഞ്ഞാടുന്ന സമയമാണ്. ആലുമൂടച്ചേട്ടൻ അങ്ങനെ ഒരു ടീമാണ്, ജഗതിച്ചേട്ടനൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെ അനുകരിച്ച് ഞാൻ പിന്നീട് മാളച്ചേട്ടനെ സിനിമ കിട്ടിയില്ലെങ്കിൽ നാടകത്തിൽ അനുകരിക്കുമായിരുന്നു. ശബ്ദവും എൻ്റെ അന്നത്തെ വള്ളി പോലുള്ള രൂപമൊക്കെ വെച്ച് ആൾക്കാർ ചിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതിനൊരു ആവേശം കൂടുതലായി. പിന്നീട് സിനിമയിൽ ഇവരെ തൊട്ടളവെടുക്കാനും അഭിനയിക്കാനും ഒക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ തൊഴിലിനാണ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ആ തൊഴിൽ എന്നെ കൊണ്ടെത്തിച്ചത് നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പോലും പറ്റാത്ത താരങ്ങളുടെ അടുത്തേക്ക് എൻ്റെ തൊഴിലെന്നെ കൊണ്ടെത്തിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആനന്ദമായിരുന്നു. അതാണ് പിന്നീട് എനിക്കൊരു മുഴുനീളമല്ല ഒരു ഇച്ചിരി ഡയലോഗൊക്കെ മാത്രം പറയാൻ പറ്റുന്ന ഒരു സിനിമ കിട്ടിയത് ഉത്സവമേളം. അത് ഉണ്ണിത്തന്നെയായിരുന്നു. സുരേഷ് അദ്ദേഹം തുടക്കക്കാരനാണ്. തിരുവനന്തപുരത്തുള്ള നാടകമായിട്ടുള്ള പരിചയം വെച്ച് അദ്ദേഹം എനിക്ക് തന്നതാണ്. അപ്പൊ ഈ ജോലിക്കിടയിൽ എനിക്കൊരു വേഷം മാളച്ചേട്ടനും പപ്പുച്ചേട്ടനും ഒക്കെ ആയിട്ട് ചേർന്നുള്ളതാണ്. അപ്പം വരിക്കാശ്ശേരി മനയിടത്തിലും മണികുറുമന അവിടുത്തെ ഒരു വലിയ കുളമുണ്ട്. കുളം വറ്റിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്രയോ പമ്പൊക്കെ വെച്ച് ഇത്രയോ ദിവസം പറ്റാത്ത കുളമാണ് വറ്റിച്ച് അവസാനം ഒരു അസ്ഥി തപ്പുന്നതാണ്. പായസം പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. കാലം കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു സീനായി. എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ആവേശത്തിൽ ഞാനതൊരു മുങ്ങുകയൊക്കെ ചെയ്തു. എപ്പോഴും മുങ്ങി വന്നപ്പം മാളച്ചേട്ടനും പപ്പുച്ചേട്ടനും കിട്ട് പല വേലകളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് എല്ലാവരും ചിരിക്കുകയും റീറ്റായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യും. എപ്പോഴും ഞാൻ മുങ്ങി വന്നപ്പം പപ്പുച്ചേട്ടൻ ഈ മണ്ണ് പോലെ ഇങ്ങനെ ഇറങ്ങി നല്ല മുഖത്തായിപ്പോയി. അപ്പൊ ഞാൻ കുറച്ചു നേരം അങ്ങനെ നിന്നു. അപ്പോൾ പിന്നെ ഉടനെ കട്ട് ചെയ്ത മാളച്ചേട്ടൻ വിളിച്ച് പപ്പുച്ചേട്ടൻ വഴക്ക് പറയുകയും ചെയ്തു. പപ്പുച്ചേട്ടൻ അവരോട് ചെയ്തതല്ലേ, എങ്കിലും മാളച്ചേട്ടൻ വഴക്ക് കൊടുക്കും. അപ്പോൾ ഒരു ഞാൻ കോസ്റ്റ്യൂമറാണെന്നുള്ളൊരു പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വാത്സല്യമുണ്ട്. പിന്നെ വന്ന് അടുത്ത ദിവസം എനിക്ക് പിന്നെ കണ്ണു തുറക്കാൻ വയ്യാതെയൊക്കെ ചുമന്നുപോയി. അടുത്ത ദിവസം ഞാൻ ഇവരൊക്കെ താമസിക്കുന്നത് ഒറ്റപ്പാലത്ത് അയോധ്യ വലിയ ഹോട്ടലാണ്, കാരണങ്ങളുടെയൊക്കെ ഒരു ഹോട്ടലാണ്. അപ്പൊ നമുക്ക് ഈ മിഷനും പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് അപ്പുറത്ത് ഒരു കുഞ്ഞു ഹോട്ടലുണ്ട്.
ഒരിടവഴി. അടുത്ത ദിവസം ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കിടന്ന് കുറേ കഴിഞ്ഞ് സെറ്റിന്ന് മാളച്ചേട്ട എൻ്റെ റൂമിലോട്ട് കയറി പോകുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് അത് ആലോചിക്കുമ്പോഴെനിക്ക് എങ്ങനെ അദ്ദേഹത്തിന് അവിടെ അതിനിടയിൽ റൂമിൽ കയറി വരേണ്ട, അങ്ങനെ ഒരു സ്നേഹം കാണിക്കേണ്ട ഒരു അടുപ്പവും വന്നില്ല. അപ്പോൾ അതദ്ദേഹം എനിക്ക് തോന്നിയത് എൻ്റെ നാട് പോലെയാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് അവർ ജീവിച്ചു വളർന്ന ചുറ്റുപാടും ആ ഗ്രാമവും തന്നെയാണ്. അപ്പം ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഈ നമ്പ്യാർ നായർ എന്നൊക്കെ പറഞ്ഞ പോലെ മാള ചേട്ടൻ്റെ ജാതി പേരായിരിക്കും എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ പ്രശസ്തമായ ഒരു നാട്ടിൽ തന്നെ അദ്ദേഹം വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആദ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ഇതുപോലുള്ള വേദികളിലൊക്കെ ചെല്ലുമ്പോഴും എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. ഇത്രയും എനിക്ക് മുൻപേ സഞ്ചരിച്ച ഓരോ കലാകാരന്മാരെയൊന്നും ഞാൻ കടമെടുത്തത്, അവരെയൊന്നും പഠിച്ചു വെച്ചത് ഒക്കെയാണ് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചൊരു നടനായെങ്കിലോ ആണെന്ന് പറഞ്ഞാലോ ഗമ കാണിക്കാൻ ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒന്നും ഇല്ലാതായി പോകും. ഇന്നെനിക്ക് കിട്ടിയൊരു വലിയ സമ്മാനമാണ്. എനിക്ക് ഇന്ന് ഈ കുടുംബം, മാളച്ചേട്ടൻ്റെ കുടുംബം തന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. മുത്തുവിനെ പലയിടത്തും കാണാറുണ്ട്, കാണുകയൊക്കെ ചെയ്യും, വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര അങ്ങനെ വിളിയൊന്നുമില്ല. എന്നെ വിളിച്ചിട്ട് ചേട്ടൻ്റെ ഇങ്ങനെ അനുസ്മരണമാണ്, എപ്പോഴും സമയമുള്ളൊരു സമയം പറയാം. ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ആദ്യമായിപ്പോയി. മാളച്ചേട്ടൻ്റെ അനുസ്മരണത്തിന് ഞാൻ എന്താ സൗകര്യം പറയുക എന്ന് വെച്ചാൽ ഗുരുത്തക്കേടായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഉടനെ തിരിച്ചു വിളിച്ചിട്ട് തീരുമാനിക്കുന്ന ദിവസം ഇവിടെ ആയാലും വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കിന്ന് വന്നപ്പോൾ ഏകദേശം കേൾക്കുന്നതും പറ്റി. മക്കളെല്ലാവരും ഉണ്ട്. അതുപോലെ ഇവിടെ മാളച്ചേട്ടനെ സ്നേഹിക്കുന്നവർ, സാംസ്കാരിക രംഗത്ത് പ്രമുഖർ എല്ലാവരും ഉള്ളൊരു വേദിയിൽ വരാൻ കഴിഞ്ഞതെന്നുള്ള വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് MLA പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാവട്ടെ. തലമുറകൾ മാറുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് തോന്നിയ സംശയങ്ങൾ കുട്ടികൾക്ക് തോന്നാറുണ്ടല്ലോ. നമ്മുടെ നാടിൻ്റെ വിശുദ്ധിയൊക്കെ തലമുറകളോട് നിൽക്കണം. അത് കലാകാരന്മാര് രാഷ്ട്രീയക്കാരെ പോലെ കൗശലക്കാരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒച്ച ഉണ്ടാക്കാനോ വാദിക്കാനോ ആളുണ്ടാവില്ല. എങ്കിലും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ നിൽക്കുന്നവര് അത് കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചെങ്കിൽ നമുക്കെന്നും ഓർക്കാൻ, നമ്മുടെ കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്താനും ഓർമ്മ പങ്കുവയ്ക്കാനും കഴിയും. ഞാൻ ഈ അരവിന്ദൻ സ്മരണ 2024 പങ്കെടുക്കാൻ പറ്റിയതിൽ പങ്കെടുപ്പിച്ചതിനുള്ള സ്നേഹവും സന്തോഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കൂട്ടുകാരോടൊക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഭവിച്ചു.